കമലേഷ്, എന്തായാലും വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷത്തിൽ നമ്മളിങ്ങനെ തല ഉയർത്തി തന്നെ നിൽക്കുകയാണല്ലേ. എന്തായാലും കഴിഞ്ഞ ദിവസം കമലേഷ് അവിടെ പോയിരുന്നു. നമുക്ക് ആ സമഗ്രമായ റിപ്പോർട്ട് തന്നെയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് കമലേഷ് ഈ ലോക ഭൂപടത്തിൽ, നാവിക ഭൂപടത്തിൽ കേരളം സ്വപ്ന പദ്ധതിയായിട്ടുള്ള വിഴിഞ്ഞത്തെ അടയാളപ്പെടുത്തുന്നത്. ആ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ എത്രമാത്രം മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ രണ്ടാം ഘട്ടം അത് പൂർണ്ണമാകുന്നതോടുകൂടി നോക്കൂ, എത്ര വലിയ സാധ്യതകളാണ് തുറന്നു വരുന്നത്. അവിടെ തൊഴിലവസരങ്ങൾ വരുന്നുണ്ട്, ഒപ്പം വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ സാധ്യതകൾ തുറന്നു കിട്ടുന്നു എന്നൊക്കെയാണ്. എങ്ങനെയാണ് കമലേഷ് അവിടെ വിവരങ്ങൾ? ഭദ്ര, ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു. ആ സ്വപ്ന പദ്ധതിക്ക് പിറകെ കേരളം നടന്നത് പതിറ്റാണ്ടുകളാണ് എന്നുള്ളതാണ്. ഏതായാലും പതിറ്റാണ്ടുകളുടെ ആ നടത്തത്തിന് ഒരു ഫലമുണ്ടായിരിക്കുന്നു. അതിൻ്റെ ഒന്നാം ഘട്ടം വളരെ ഭംഗിയായി പൂർത്തിയാക്കിക്കൊണ്ട് വലിയ നിലയിലുള്ളൊരു മുന്നേറ്റം കേരളത്തിൻ്റെ സാമ്പത്തിക, വാണിജ്യ, വ്യാവസായിക മേഖലയ്ക്ക് നൽകാൻ ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് സാധിച്ചു എന്നുള്ളതാണ്. രാജ്യവും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ കാണുന്നത് എന്നുള്ളതാണ്. ഏതായാലും രാജ്യത്തിൻ്റെ ഒരു പ്രവേശന കവാടം എന്നുള്ള നിലയിൽ തന്നെയാണ് കേരളത്തെ രാജ്യം കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ, അതായത് നിരവധി കപ്പലുകൾ ഇനി വിഴിഞ്ഞത്ത് എത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയാണെങ്കിൽ, അതായത് ഈ മദർഷിപ്പുകൾ ഉൾപ്പെടെ അടുക്കാൻ കഴിയുന്ന ഒരു തീരം അല്ലെങ്കിൽ ഒരു തുറമുഖം ഇന്ത്യയെ രാജ്യത്തെ സംബന്ധിച്ച് വേറെ ഇല്ല എന്നുള്ളതാണ്. നിലവിലിപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ നൈസർഗികമായ ആ തീരത്തിൻ്റെ ആഴമാണ്. 20 അടിയോളം ആഴം നൈസർഗികമായി തന്നെ ആ വിഴിഞ്ഞത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജ് ചെയ്ത് കൂടുതൽ ആഴം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമൊന്നും വിഴിഞ്ഞത്തിൻ്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചെലവ് വൻതോതിൽ കുറയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഈ 20 അടി ആഴം എന്നുള്ളത് തന്നെയാണ് വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വലിയ മദർഷിപ്പുകൾക്കുൾപ്പെടെ വിഴിഞ്ഞത്ത് അനായാസമായി എത്തുകയും നങ്കൂരമിടുകയും ചെയ്യാനുള്ള സാധ്യത തുറന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. നിലവിലിപ്പോൾ 800 മീറ്റർ ബെർത്താണ് വിഴിഞ്ഞത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ കപ്പലുകൾ എത്തുന്ന ഘട്ടത്തിൽ തന്നെ മറ്റ് കപ്പലുകൾക്ക് ആഴക്കടലിൽ ഊഴം കാത്തു നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മണിക്കൂറുകളോളം ആഴക്കടലിൽ കാത്തുനിന്നതിന് ശേഷമാണ്, പുറംകടലിൽ കാത്തുനിന്നതിന് ശേഷമാണ് ഈ വിഴിഞ്ഞത്തിൻ്റെ ബെർത്ത് ഒഴിയുന്നതിനനുസരിച്ച് കപ്പലുകൾ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്നത്. എന്നാൽ രണ്ടാം ഘട്ടം, അതായത് രണ്ടാം ഘട്ടം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, തുടർഘട്ടം എന്ന് നമ്മൾ പറഞ്ഞാൽ 2, 3, 4 ഘട്ടങ്ങളാണ് ഒരുമിച്ച് പൂർത്തിയാവുന്നത്. ഈ 3 ഘട്ടങ്ങളും പൂർത്തിയാവുന്നത് കൂടി പൂർണ്ണ തോതിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് പ്രവർത്തന സജ്ജമാകാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടുകൂടി 800 മീറ്റർ ബെർത്ത് എന്നുള്ളത് 1200 മീറ്റർ കൂടി വർദ്ധിപ്പിച്ച് 2000 മീറ്ററാക്കി ഉയർത്താൻ കഴിയും. അതോടുകൂടി 5 മദർഷിപ്പുകൾക്ക്, അതായത് മദർഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ ചെറുകിട കപ്പലുകൾ ഉൾപ്പെടെ, അതായത് ഈ അതിനെ കൂടി വഹിക്കാൻ കഴിയുന്ന ശേഷിയുള്ള കപ്പലുകളാണ് ഈ മദർഷിപ്പുകൾ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും വലിയ കപ്പലുകളാണ്. നിരവധി വലിയ തോതിൽ കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലുകളെയാണ് ഈ മദർഷിപ്പുകൾ എന്ന് പറയുന്നത്. നേരത്തെയാണെങ്കിൽ രാജ്യത്ത് നിന്നുള്ള ചെറുകിട കപ്പലുകൾ കൊളംബോയിലേക്ക് പോയി, അതായത് കൊളംബോയിൽ മാത്രമാണ് ഈ മദർഷിപ്പുകൾക്ക് അടുക്കാൻ കഴിയുന്ന തുറമുഖം, തീരം നിലവിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ കപ്പലുകൾ കൊളംബോയിലേക്ക് പോയി അവിടെ നിന്ന് മദർഷിപ്പുകളിലേക്ക് ഈ കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്യുന്ന ഒരു രീതിയാണ് നിലവിൽ രാജ്യം തുടർന്നു വരുന്നത്. ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുന്നതോടുകൂടി മദർഷിപ്പുകൾക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നേരിട്ട്, അതായത് ഇന്ത്യയുടെ തന്നെ മറ്റ് തുറമുഖങ്ങളിൽ നിന്ന് ചെറുകിട കപ്പലുകൾ, ചെറിയ കപ്പലുകൾ ഇവിടത്തേക്ക് വിഴിഞ്ഞത്തേക്ക് എത്തുകയും ഇവിടെ നിന്ന് തന്നെ ഈ മദർഷിപ്പുകളിലേക്ക് നമുക്ക് കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഏതായാലും വരാനിരിക്കുന്ന ഒരു 3 വർഷത്തേക്ക് 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ്, സ്വകാര്യ നിക്ഷേപമാണ് ഇനി വിഴിഞ്ഞത്തേക്ക് വരാൻ പോകുന്നത്. അത് വലിയ മാറ്റങ്ങൾ വിഴിഞ്ഞത്തിന് കൊണ്ടുവരും. വിഴിഞ്ഞം വികസിക്കുന്നതിനൊപ്പം തന്നെ വിഴിഞ്ഞത്തോടൊപ്പം തലസ്ഥാന നഗരവും കേരളവും ഒരുപോലെ വികസിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ഏതായാലും ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിലവിലിപ്പോൾ ചരക്ക് ഗതാഗതം, കണ്ടെയ്നർ സർവീസുകളൊക്കെ ആണ് നിലവിൽ വിഴിഞ്ഞത്ത് സാധ്യമാകുന്നത്. പക്ഷേ അടുത്ത ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി അത് കാർഗോ സർവീസുകളാക്കി മറ്റ് ബങ്കർ സർവീസുകൾ വിപുലീകരിച്ച് ഈ യാത്രാ കപ്പലുകൾ ഉൾപ്പെടെ, അതായത് സഞ്ചാര കപ്പലുകൾ ഉൾപ്പെടെ, ക്രൂയിസ് ഷിപ്പുകൾ എന്ന് പറയുന്ന സഞ്ചാര കപ്പലുകൾ ഉൾപ്പെടെ വിഴിഞ്ഞത്ത് എത്താൻ കഴിയും എന്നുള്ളതാണ് സാഹചര്യം. അതോടൊപ്പം അതിന് മുന്നോടിയായി തന്നെ ഈ ചരക്ക് കപ്പലുകൾ എത്തുമ്പോൾ തന്നെ ക്രൂ ചേഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വിഴിഞ്ഞം കടക്കുകയാണ്. അതായത് 2-3 ദിവസം കപ്പലുകൾക്ക് അവിടെ തങ്ങേണ്ടി വന്നാൽ ക്രൂ ചേഞ്ച് ആവുന്ന, അതിൻ്റെ ആളുകൾ, അതിൻ്റെ മറ്റ് ഇത് നടത്തിപ്പിൻ്റെ ആളുകളൊക്കെ തന്നെ ചേഞ്ച് ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതോടൊപ്പം
അതിനൊപ്പം തന്നെ 2-3 ദിവസങ്ങളിലൊക്കെ കപ്പലിന് അവിടെ തങ്ങേണ്ടി വരികയാണെങ്കിൽ അവർക്ക് പുറത്തേക്ക് വരാൻ, അതായത് രാജ്യത്തേക്ക് കടക്കാൻ, കേരളത്തിലേക്ക് കടക്കാനുള്ള പാസ് നൽകി അവർക്ക് വിനോദസഞ്ചാരം ഉൾപ്പെടെ സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. അതായത് കേരളം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാനുള്ള സാഹചര്യം കൂടി ഈ 2-3 ദിവസത്തിനകത്ത് അവർ തിരുവനന്തപുരത്ത് തന്നെ തങ്ങുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഈ സമയത്ത് വിനോദസഞ്ചാരികളായി അവർക്ക് നഗരം ചുറ്റി കാണാനുള്ള പാസുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട്, അതും രാജ്യത്തിൻ്റെ വിശിഷ്യ കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയെ വലിയ നിലയിൽ അത് സാരമായി തന്നെ അതിനൊരു ഉജ്ജീവനം നൽകാൻ അതിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ നിലയിൽ വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ്. അതോടൊപ്പം ഈ ഭൗതിക സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ തുറമുഖത്തിൻ്റെ കാര്യശേഷി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്, കാര്യക്ഷമത വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കണ്ടെയ്നറുകളുടെ എണ്ണത്തിൽ 5 ഇരട്ടി വർധനമാണ് ഉണ്ടാകാൻ പോകുന്നത്. 43 ദശലക്ഷം കണ്ടെയ്നറുകൾ നമുക്ക് ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ശേഷിയിലേക്ക് കൂടി വിഴിഞ്ഞം മാറും എന്നുള്ളതാണ്. ഏതായാലും കേരളം വലിയ പ്രതീക്ഷയോട് തന്നെയാണ് ഈ തുറമുഖ പദ്ധതിയെ കാണുന്നത്. ഇപ്പോൾ തന്നെ അതിൻ്റെ വരുമാനം നികുതി ഇനത്തിൽ ഉൾപ്പെടെ കേരള സർക്കാരിന് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തന്നെ ലക്ഷക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ കേരളത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കേരളത്തിൻ്റെ സാമ്പത്തിക, സാമൂഹിക, വ്യാവസായിക, വാണിജ്യ മേഖലകളിലാകെ തന്നെ വലിയ ഉണർവ്, ഒരു പുത്തൻ ഉണർവ് നൽകാൻ, വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം. അതുവഴി തീർച്ചയായും കമലേഷ്, എന്തായാലും തീർച്ചയായും കമലേഷ്, എന്തായാലും ആ ഒരു പ്രതീക്ഷ കേരളത്തിന് ഇപ്പോൾ ഉണ്ട്. അതിലെ ജനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ ആഹ്ലാദത്തിലാണ് എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെ രാഷ്ട്രീയം കൂടി നോക്കേണ്ടതുണ്ട് കമലേഷ്. കാരണം ഇതാ അനശ്വര പറയുന്നുണ്ട് ഇതിനൊക്കെ കല്ലിട്ടത് കോൺഗ്രസ് ആണ് എന്നൊരു പരിഹസിച്ചുകൊണ്ട് ഒരു കമന്റ് നമുക്ക് വരുന്നുണ്ട്. എന്തായാലും കമലേഷ്, അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. കാരണം 1ാം ഘട്ട നിർമ്മാണോദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണ്. ഇനി മാറി നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ തന്നെ തറക്കല്ലിട്ടത് ആരാണ് എന്ന ഒരു കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിനെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുകഴ്ത്തിക്കൊണ്ടൊക്കെയാണ് ആ വേദിയിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല നോക്കൂ, വി രാജേഷ് ഇന്നലെ അവിടെ പ്രസംഗിച്ചതും നമ്മൾ കേട്ടതാണ്. മോദി സർക്കാരാണ് ഇത്തരം വികസനത്തിന് ഊന്നൽ നൽകുന്നത്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇനി പിതൃത്വം പലരും ഏറ്റെടുക്കും അല്ലേ കമലേഷ്? ഭദ്ര, തീർച്ചയായും ഇന്നലത്തെ ഈ 2ാം ഘട്ടത്തിൻ്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങുകളുടെ ഭാഗമായി അവിടെ നടന്ന ചടങ്ങിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. ഭദ്ര സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് രാഷ്ട്രീയമായി ഇതിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസും BJPയും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ കോൺഗ്രസും BJPയും വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം മറന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഈ ഉദ്ഘാടന ചടങ്ങ് നടന്നതിന് ശേഷം നവമാധ്യമങ്ങളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പണ്ട്, അതായത് ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഇത് മുടക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, VD സതീശൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, പ്രഖ്യാപനങ്ങൾ ഒക്കെ തന്നെ, ഭീഷണിയൊക്കെ തന്നെ ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്യുന്നുണ്ട് ആളുകൾ വലിയ തോതിൽ. ആളുകൾ ഇതൊന്നും മറന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ വളർച്ചയെല്ലാം വിഴിഞ്ഞം അവർ കണ്ണുകൊണ്ട് കാണുകയാണ്. വിഴിഞ്ഞത്തിൻ്റെ ഓരോ ഘട്ടത്തിലെയും വളർച്ച അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക്. അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യങ്ങളൊന്നും മറന്നു കാണില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ വലിയ സമരത്തിൻ്റെ ഭാഗമായി വിഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ആക്രമിക്കുന്ന നിലയിലേക്ക് വലിയ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള, പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണ് പറഞ്ഞത്, ഈ വിഴിഞ്ഞം കാരണം ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെ തീരെ ശോഷണം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ സമരത്തിൽ, അതായത് വിഴിഞ്ഞത്തിനെതിരായ സമരം കോൺഗ്രസിൻ്റെ കൂടി സമരമാണ്, അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞത് VD സതീശനാണ്. അതുപോലെ തന്നെ ഒരു കല്ല് പോലും വിഴിഞ്ഞത്ത് ഇറക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് KM മുരളീധരനാണ്. അത്തരത്തിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് ആ സമരത്തിനൊപ്പമായിരുന്നു. വിഴിഞ്ഞം വേണ്ട എന്ന നിലയിലുള്ള സമരത്തിനൊപ്പമായിരുന്നു കോൺഗ്രസും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും മറ്റ് കക്ഷികളും എല്ലാം തന്നെ. സമാനമായ നിലപാടാണ് BJPയും ആ സമയത്ത് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഉദ്ഘാടന ചടങ്ങിൽ VD സതീശൻ വന്ന് പറയുന്നത് കേട്ടു, ഈ വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടിയാണ്, വിഴിഞ്ഞത്തിൻ്റെ ശില്പി എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ആൾ ഉമ്മൻചാണ്ടിയാണ് എന്നുള്ളത്. ഏതായാലും സ്വാഭാവികമായും അത്തരമൊരു പൊതു ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളത് ഒരു തെറ്റായ കാര്യമാണ്. ആ നിലയിലേക്കാണ് പ്രസംഗം പോയത്. സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗമായിരുന്നു. അതായത് റെയിൽ കണക്ടിവിറ്റി സംബന്ധിച്ച്, മറ്റ് ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച് എല്ലാത്തിലും സർക്കാർ പാളിപ്പോയി എന്ന നിലയിൽ ആ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് മുതിർന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് വളരെ തെറ്റായ ഒരു നിലയിലാണ് ആളുകൾ കാണുന്നത്. അതോടൊപ്പം തന്നെ VV രാജേഷ്,
മേയർ വി രാജേഷും BJP ആണ് ഇതിനെല്ലാം സഹായം ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്ന ഒരു പ്രഖ്യാപനം ആ വേദിയിൽ വെച്ച് നടത്തുകയുണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ യാഥാർത്ഥ്യം കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ എന്താണ് കേന്ദ്രത്തിൻ്റെ സഹായം ഇത് സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിലവിലിപ്പോൾ ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, 1 രൂപ വിഴിഞ്ഞത്തിന് വേണ്ടി 1 രൂപ ചെലവാക്കുന്നുണ്ടെങ്കിൽ അതിൽ 66 പൈസ സംസ്ഥാന സർക്കാരിൻ്റെതാണ്, 24 പൈസ ഈ പറഞ്ഞതുപോലെ അദാനിയാണ് ചെലവാക്കുന്നത്. 10 പൈസയാണ് നിലവിൽ കേന്ദ്രം ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി നൽകുന്നത്. അതായത് ഒരു ഗ്രാൻഡായി ഇപ്പോൾ നിലവിൽ അനുവദിക്കുന്നത് വായ്പയായി അനുവദിക്കുന്നത് 10 പൈസയാണ്. ആ 10 പൈസ പലിശ സഹിതം സംസ്ഥാനം തിരിച്ച് കൊടുക്കേണ്ട പൈസ കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ആകെ കേരളം വഹിക്കുന്ന ഒരു കണക്ക് എന്ന് പറയുന്നത് 76%, ബാക്കി 24% അദാനി, 76% സംസ്ഥാനം. ഇത്തരത്തിൽ ഒരു കടം കൊടുത്തു മാത്രമാണ് ഒരു സഹായം എന്നുള്ള നിലയിൽ കേന്ദ്രം നൽകുന്നത് എന്ന് മാത്രമല്ല, വിഴിഞ്ഞത്തോട് വലിയ അവഗണനയാണ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത് എന്നത് ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി ആ വേദിയിൽ തുറന്നു പറയുകയും ചെയ്തു. അതായത് തൂത്തുക്കുടി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വലിയ സഹായം നൽകുന്നു. മറ്റ് ഈ കൊച്ചി മെട്രോ ഉൾപ്പെടെ ഏറ്റവും നമ്മൾ കേരളത്തിൽ തന്നെ എടുത്തു പറഞ്ഞാൽ കൊച്ചി മെട്രോയ്ക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നേരത്തെ കേന്ദ്രം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് വായ്പയായിട്ടല്ല നൽകിയിട്ടുള്ളത്, അത് ഗ്രാൻഡ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. തിരിച്ചു കൊടുക്കേണ്ടാത്ത ഒരു സഹായമായിട്ടാണ് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് മറ്റിടങ്ങളിലെല്ലാം കേന്ദ്രം സംസ്ഥാനങ്ങളുടെ വിവിധ പദ്ധതികൾക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ വിഴിഞ്ഞത്തിന് മാത്രം കേന്ദ്രം അവിടെയും ഒരു കുരുക്കിട്ടു. അത് വായ്പയായി നൽകുകയും പലിശ സഹിതം തിരിച്ചു തരണമെന്ന് പറയുകയും ചെയ്യുന്നു. ആ നിലയിൽ വിഴിഞ്ഞത്തെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ ഇതിനകത്ത് നിർണായക പങ്ക് വഹിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമായത് എന്ന് ആ വേദിയിൽ വെച്ച് വി രാജേഷിന് പറയേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതിനെല്ലാം രാഷ്ട്രീയമായി നേരത്തെ അന്ന് തന്നെ അതിൻ്റെ ആദ്യഘട്ടത്തിൽ വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട് എന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്ന് വി ശിവൻകുട്ടി പറയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു വശത്ത് VD സതീശനും മറുവശത്ത് വി രാജേഷുമെല്ലാം പ്രസംഗം നടത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വളരെ കൃത്യമായി തീർച്ചയായും നമ്മുടെ മനസ്സിലായിട്ടുണ്ട്. പ്രേക്ഷകർ അത് തിരിച്ചറിയുന്നുണ്ട് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല.